ലക്ഷ്മിക്കുട്ടിയുടെ ആത്മകഥ രണ്ടാം ഭാഗം. 4 വയസ്സ് പ്രായത്തിൽ അവൾക്കുണ്ടായ അനുഭവമാണ് ഒന്നാം ഭാഗത്തിൽ വിവരിച്ചതെങ്കിൽ രണ്ടാം ഭാഗത്തിൽ 4 വയസ്സിൽ തന്നെ 1-ാം ക്ലാസ്സിൽ പഠിക്കാനും ഉള്ളൊരു ഭാഗ്യം അവൾക്ക് കിട്ടി. അക്കാലത്ത് പൊതുവെ 6 വയസ്സ് പ്രായമാകുമ്പോഴാണ് കുട്ടികളെ സ്കൂളിൽ ചേർത്തിരുന്നത്. നാട്ടിലുള്ള കുട്ടികളെല്ലാം ഒന്നിച്ചുകൂടി ഏതെങ്കിലും ഒരു വീട്ടുമുറ്റത്ത്, വലിയ വീട്ടുമുറ്റത്ത് ചേർന്ന് കളിക്കുകയും ആയിരുന്നു അന്നത്തെ പതിവ്. അങ്ങനെ ഇവളും ആ നാട്ടിലുള്ള മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി. ആ സമയത്താണ് സ്കൂളിൽ നിന്നും അധ്യാപകർ വീട്ടിൽ വന്നാണ് കുട്ടികളെ ചേർക്കുന്നത്. അവർ വീട്ടിലെത്തി. ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്ന വീട്ടിലേക്കാണ് അവർ പോയത്. ആ വീട്ടിലെത്തിയ ആ അമ്മയോട് ഓരോ കുട്ടികളെയും പേരും അച്ഛൻ്റെ അമ്മയുടെ പേരൊക്കെ ചോദിച്ച് എഴുതിയെടുത്തു. അങ്ങനെ ആ വീട്ടിൽ അന്ന് കളിച്ചിരുന്ന 6 വയസ്സ് പ്രായമായ കുട്ടികളുടെ കൂടെ ഈ ലക്ഷ്മിക്കുട്ടിയും ഉണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ. എങ്കിലും അവർ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കുന്നതും അവൾ കാണാനും കുറച്ച് ഉഷാറുള്ള കുട്ടിയായിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സ് അവളുടെ പേരും എഴുതി ചേർത്തു. അങ്ങനെ 4-ാം വയസ്സിൽ തന്നെ 1-ാം ക്ലാസ്സിൽ ചേർന്ന ഒരു കുട്ടിയാണ് ലക്ഷ്മിക്കുട്ടി. അപ്പോൾ അവൾക്ക് വളരെ സന്തോഷമായിരുന്നു തൻ്റെ കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ പോവുക എന്നുള്ളത്. ജനനത്തീയതി എഴുതിയിരിക്കുന്നതും അതേപോലെ തന്നെ 2 വർഷം മുന്നേ. 4 വയസ്സിൽ തന്നെ അവൾ 6 വയസ്സ് പ്രായം, അതായത് 2 വർഷം മുന്നേ ജനിച്ചവൾ എന്നൊരു ഭാഗ്യവും അവൾക്ക് കിട്ടി. തൻ്റെ പ്രായമുള്ള കുട്ടികൾ പിന്നെയും 2 വർഷം കഴിഞ്ഞാണ് സ്കൂളിലെത്തുന്നത്. അപ്പോൾ അവരൊക്കെ മുന്നേ പഠിച്ചിരുന്ന എന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു. ആ ചേച്ചി വിളി തന്നേക്കാൾ പ്രായം കൂടിയവർ പോലും ചേച്ചി വിളിച്ചുകൊണ്ടാണ് ഇന്നും ഉള്ളത്. അവൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുമെങ്കിലും ചിലപ്പോൾ അതൊരു വിഷമവും ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്ത ചില കാര്യങ്ങളുമായി 3-ാം ഭാഗം പിന്നീട് കാണാം.